ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ മരിക്കണ്ടേ? കൃഷ്ണ മരിക്കാതെ ഞാനെങ്ങനെ നവീന്റെ ഭാര്യയാവുന്നത്? എന്തിനാ മാഡം അങ്ങനെ ചിന്തിക്കുന്നത്? കൃഷ്ണയും മാഡത്തെ പോലൊരു പെൺകുട്ടിയല്ലേ. അവളുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഇനി കുട്ടി എഴുന്നേറ്റുള്ളൂ. ഇങ്ങോട്ട് വന്നോളൂ. ആ കുട്ടി ചെയ്ത പൂജാവിധികളെല്ലാം കണ്ടല്ലോ, അതെല്ലാം ആവർത്തിച്ചോളൂ. എന്താ നിർമ്മല ഇത്? എല്ലാം കൃത്യമായിട്ട് ചെയ്യേ. അമ്മയ്ക്ക് അതൊക്കെ പറയാം. ഓ, ഇത്രയും വിളക്കം കത്തിച്ചു വെച്ച് മേളത്തെ ഈ സൂര്യന്റെ ചൂടും കൊണ്ട് ഒട്ടും എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എന്താ നിർമ്മല ഇത്? നിർമ്മലയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? വേണ്ട, നിർബന്ധങ്ങളുടെ പേരിൽ വ്രതമെടുത്താൽ അതിന് ഫലം ഉണ്ടാവില്ല. അവര് വ്രതം അവസാനിപ്പിച്ചോട്ടെ, എന്നിട്ട് സ്വയം മരണത്തെ പുൽകാൻ തയ്യാറായിക്കോളൂ. അയ്യോ, എന്റെ പൊന്ന് തിരുമേനി, മരിക്കുന്ന കാര്യം പറഞ്ഞിങ്ങനെ പേടിപ്പിക്കാതെ. എന്താന്ന് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. എങ്കിൽ ആദ്യം നിഷേധത്തിനുള്ള പരിഹാരം നടക്കട്ടെ. ഏത്തമിട്ടുകൊണ്ട് 21 തവണ നാഗത്തറ വലം വെച്ചോളുക. അതിനുശേഷം യഥാവിധി പൂജകൾ ആരംഭിക്കാം. തുടങ്ങിക്കോളൂ. ഇനി വലം വെച്ചോളൂ. മനസ്സിലെ പാപങ്ങളൊക്കെ പോയോ? പോയി. എങ്കിൽ പൂജകൾ ആരംഭിച്ചോളൂ.
കൃഷ്ണ 41 ദിവസവും ഭംഗിയായിട്ട് വ്രതമെടുത്ത് പൂർത്തിയാക്കിയാല് അതോടെ നാഗശാപം പൂർണ്ണമായും മാറില്ലേ? മാറും. നാഗശാപം മാറിയാൽ പിന്നെ ആരും മരിക്കില്ലല്ലോ. ഇല്ല. അതെങ്ങനെ ശരിയാവാ? കൃഷ്ണ മരിക്കണ്ടേ? കൃഷ്ണ മരിക്കാതെ ഞാനെങ്ങനെ നവീന്റെ ഭാര്യയാവുന്നത്? എന്തിനാ മാഡം അങ്ങനെ ചിന്തിക്കുന്നേ? കൃഷ്ണയും മാഡത്തെ പോലൊരു പെൺകുട്ടിയല്ലേ. അവളുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? പൂജകൾ പൂർത്തിയായി ശാപം തീരുന്ന നിമിഷം കൃഷ്ണ അവിടുന്ന് ഇറങ്ങും. മാഡത്തിന് നവീന്റെ ഭാര്യയായി ജീവിക്കുകയും ചെയ്യാം. പിന്നെ ഒരിക്കലും അവള് നിങ്ങളെ ശല്യപ്പെടുത്താനും വരില്ല. ഇത്രയും വലിയൊരു കാര്യം മാഡത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ. അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അത് ശരിയാവില്ല. എന്റെ രൂപമുള്ള ഒരുത്തി ഈ ഭൂമിയിലുണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് നവീൻ താലി കെട്ടിയ ഒരു പെണ്ണ്. മാഡത്തിന്റെ മമ്മി പോലും കൃഷ്ണയോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മമ്മി കാണിക്കുന്ന മണ്ടത്തരെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാനും നവീനും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്റെ നവീന്റെ മുന്നില് അവള് വന്നാലോ? ആ കുട്ടി അങ്ങനെ വരില്ല. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. മനുഷ്യരുടെ മനഃശാസ്ത്രം മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുകയാണോ സിനിച്ചേച്ചി? എനിക്ക് വിശ്വാസമില്ല. അവളുടെ അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യം വന്നപ്പോ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ അവള് വന്നില്ലേ? ഇനിയും പണത്തിന് ആവശ്യം വന്നാ അവൾ എന്താ ചെയ്യാ? ഒന്നുകിൽ മമ്മിയെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ എന്നെയോ നവീനെയോ ഭീഷണിപ്പെടുത്തും. മാഡം ഇങ്ങനെ കാട് കയറി ചിന്തിക്കണ്ട. എനിക്കങ്ങനെ ചിന്തിച്ചേ പറ്റൂ. എന്റെ ലൈഫിന് സെക്യൂരിറ്റി വേണ്ടേ? മാഡം, ഞാനൊരു കാര്യം പറയാം. മാഡത്തിന് എന്ത് പറയാനുണ്ടെങ്കിലും അത് സിത്താര മാമിനോട് പറയാം. സിത്താര മാമിന്റെ തീരുമാനം എന്താണോ അത് മാഡം അനുസരിക്കാൻ വേണം. മമ്മിക്ക് തിരക്കാണ്. ചില കാര്യങ്ങളിലൊന്നും മമ്മിയുടെ നോട്ടം എത്തില്ല.